ഹലോ ഗായ്സ്, എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് പേയ്മെൻറ്റ്, ഗിഫ്റ്റ്, കൊളാബ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലേ. എനിക്കും അതുപോലൊരു സംഭവം കിട്ടി. പക്ഷേ പേയ്മെൻറ്റോ ഗിഫ്റ്റോ കൊളാബോ ഒന്നും അല്ല, അതുക്ക് മേലെ എന്താണെന്ന് നോക്കിയാലോ. വാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഓൺ ദ വേ ആണ്. ഞാൻ വെയിറ്റിംഗിലാണ് ഗായ്സ്. വരും, നമുക്ക് നോക്കാം. ദാ ആ വരുന്ന മുതലാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. അതെ ഗൈസ്, ഇൻസ്റ്റയിൽ നിന്ന് അങ്ങനെ എനിക്കൊരു അന്യത്തിക്കുട്ടിയെ കിട്ടിയിരിക്കുകയാണ്. ഒന്നല്ല, രണ്ട് പേര് കിട്ടിയിട്ടുണ്ട്. അടുത്ത ആൾ താണ്ട ആ പോകുന്ന കേട്ടോ, ആ വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ അനിയൻ. അവനുമായിട്ട് റീലൊക്കെ എടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയം. അപ്പം ഇവരെൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യമായി ഞങ്ങൾ നേരിട്ട് കണ്ട, ഫോണിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വഴി. വാവ്, ഇത്ര മനോഹരമായ വഴി കണ്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഇതിപ്പം മഴ ഇച്ചിരി തോന്നുകൊണ്ട് ഇത്രയും ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന വഴി പോകണ്ടാകണ്ട. ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ ചാടിയൊക്കെ എത്താം. ഇങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവളാണ് എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയ മുത്ത് അക്കു. ഇതവളുടെ അനിയത്തി കൊക്കു. ഇതവരുടെ കസിൻ കാത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ നാരങ്ങളൊക്കെ കുടിച്ച് ഇങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ ഏട്ടൻ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തറയിലിരുന്ന് വിശാലമായി ചിക്കൻ ബിരിയാണി ആസ്വദിച്ചിങ്ങനെ കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ റീലെടുക്കണം, ഈ റീലെടുക്കണം, ആ ഡാൻസ് ചെയ്യണം, ഈ ഡാൻസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചിക്കൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണത്തിനും ഡാൻസ് കളിക്കാനും വയ്യ, ഒന്നും വയ്യ, ഭയങ്കര മടി. പിന്നെ വെയിലാണ് എന്നൊക്കെ പറഞ്ഞ് നൈസ് അങ്ങ് സ്കേർട്ടായി. പിന്നെ ഞാൻ ഇങ്ങനെ റീൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഡാൻസ് ഓൾറെഡി ഒരെണ്ണം പഠിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെയിലൊന്നും കാര്യമാക്കിയില്ല. തീയിൽ കൊടുത്തത് വെയിലത്ത് പാടില്ലല്ലോ. അതുകൊണ്ടൊന്നും അല്ല, കെട്ടിയൊരുങ്ങി പോയില്ലേ, അതുകൊണ്ടൊരു ഡാൻസ് അങ്ങ് ചാമ്പിയാക്കാന്ന് വെച്ചിട്ട് ഡാൻസ് അങ്ങ് ചാമ്പി കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയനും കൂടി ഒരു കോമഡി റീൽ അങ്ങ് എടുത്തു. അത് കഴിഞ്ഞ് വേറൊരെണ്ണം എടുക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞു, മോളെ 4 മണിയായി, എനിക്ക് വേറൊരു പരിപാടിയുണ്ട്, ഒരു ചെറിയൊരു ചിട്ടി പരിപാടിയുണ്ട്. അങ്ങനെ അക്കുവിൻ്റെ ഐശ്വര്യം നോക്കാം എന്ന് കരുതി അക്കുവിനെ കൊണ്ട് ഇപ്രാവശ്യം കൂറി എടുപ്പിച്ചു. അങ്ങനെ കൂറിയൊക്കെ എടുത്തു കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയുള്ള ഗായ്സ് സമയമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെന്താ അവർ വീട്ടിൽ പോയേ. ടാറ്റ, ബൈ ബൈ, സി യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.